കഴിഞ്ഞ ഈ ലോക കേരള സഭയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 എണ്ണത്തിനെല്ലാം അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബിഗ് സീറോ ആണ്. രണ്ടാമതൊരു കാര്യം, ഈ ലോക കേരള സഭയിൽ ഒരു ഹൗസ് മെയ്ഡ് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ പങ്കെടുത്തു എന്ന് അത് വീഡിയോ ഉണ്ടാക്കി വ്യാജമായി പ്രചരിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ബ്ലൂ കോളർ ജോലിക്ക് ചെയ്യുന്ന സാധാരണക്കാരുടെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ സർക്കാരിന് ഇന്ന് വരെ ഇടപെടാനോ, ഇപ്പോ ശ്രീ റെജി ലൂക്കോസ് പറയുകയുണ്ട്, ഇവരെ എല്ലാം കോടിക്കണക്കിന് ആൾക്കാരെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരിക. എന്താണ് കൊടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഡേ ടു ഡേ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു 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 സംവിധാനമില്ല എന്നുള്ളതാണ്. വർഷത്തിൽ ഒന്ന് നമ്മൾ കൂടിയ കൊണ്ട് ഈ ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ ചിലപ്പോൾ പറയപ്പോ നോർക്കയുണ്ട്, നോർക്ക സാധാരണ നിലയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പേരിനുണ്ട് എന്നല്ലാതെ ഇവിടെയുള്ള ആൾക്കാരുടെ പാസ്പോർട്ട് വിഷയമാവട്ടെ, ജോലി സംബന്ധമായ വിഷയമാവട്ടെ, അങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇതിനിടെ എനിക്ക് തന്നെ ഇവിടെ ദുബായിൽ ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയാണ്. ഒരു ഹോസ്പിറ്റൽ, അവരുടെ അമ്മ ഹോസ്പിറ്റലായി പൈസ കൊടുക്കാനില്ല, അവരുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് അവസാനം ഞങ്ങൾ ഇടപെട്ട്, നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഇടപെട്ടിട്ട് അത് ഞങ്ങൾ കോൺസുലേറ്റ് ത്രൂ ആണ് ആ പ്രശ്നം ഞങ്ങളത് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇത് ചെയ്യാതെ വെറുതെ ഒരു ദൂർത്ത് കുറെ ആൾക്കാർക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും അതേപോലെ ഫസ്റ്റ് ക്ലാസ് ഹോട്ടൽ സൗകര്യങ്ങളും കൊടുക്കുക എന്നുള്ളതിലുപരി ഇതുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഖജനാവിലെ പൈസ ദൂർത്തടിക്കലാണ്. ഇതിന്റെ അവതാരകൻ പറഞ്ഞതുപോലെ തന്നെ ഡെങ്കിപ്പനി വന്ന് ചികിത്സ നേടുന്ന ആൾക്കാർ, മഞ്ഞപ്പിത്തം വന്ന് ചികിത്സ നേടുന്ന ആൾക്കാർക്ക് ചികിത്സ ചെയ്യാൻ പൈസയില്ല, ഡയാലിസിസ് ചെയ്യാൻ പൈസയില്ല. 75,000 അവർ നാട്ടിൽ നിന്ന് പിരിവെടുക്കുകയാണ്. ആ സമയത്താണ് നമ്മളെ കേരളത്തിലെ മന്ത്രിസഭ മൊത്തം അവർ വിദേശയാത്ര നടത്തുന്നത്. വിദേശയാത്ര നടത്തിക്കോളൂ, പ്രശ്നമില്ല. അത് നിങ്ങളുടെ ഫണ്ടായാലും ഗവൺമെന്റിന്റെ ഫണ്ടായാലും യാതൊരു പരാതിയില്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ മറന്നുകൊണ്ട്, അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്നത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. ഈ രീതി മാറണം. പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഒരു സംവിധാനം കൊണ്ടാവില്ല.